നമ്മൾ സ്വന്തം ദിലീപേട്ടൻ അഭിനയിച്ച പ്രിൻസ് ഫാമിലി ഒരു കിടിലം ട്രailer ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടനായാലും ശരി, മഞ്ജു ചേച്ചി ആയാലും ശരി, ഏത് ആക്ടർ ആയാലും ശരി, സിദ്ദിഖായാലും ശരി, എല്ലാവരും ഒരേപോലെ തകർത്ത് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഈ ട്രailerനകത്ത്. എനിക്ക് ധ്യാൻ ശ്രീനിവാസിനെയും ദിലീപേട്ടൻ്റെ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട. ഞാൻ അങ്ങനെ ഒരുപാട് ദിലീപേട്ടൻ ട്രailerൊന്നും എടുത്ത് റിവ്യൂ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഇത് കണ്ടപ്പം എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി. ആ പഴയ ദിലീപേട്ടനെ ആ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് എനിക്കൊരു ഫീൽ അടിച്ചു. അവന്മാരി മേക്കിങ് സംഭവം ഒരു ഫാമിലി സ്റ്റോറി ആണെങ്കിലും അതിനകത്ത് ദിലീപേട്ടൻ ഒരു കാര്യം പറയുന്നു ആ ട്രailerനകത്ത്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതൊക്കെ കണ്ടപ്പം ആ പഴയ ഒരു ദിലീപേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാമെന്നൊരു വിശ്വാസം ആ പ്രൊഡ്യൂസറും ആ ഡയറക്ടറും തന്നു. പിന്നെന്താ, നല്ല ഫിലിമായിരിക്കും, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ ഒരു കുഞ്ഞു ഫാമിലി പടം കാണുന്ന പോലെ കാണുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇന്നേ വരെ ദിലീപേട്ടൻ്റെ ഒരു പടത്തിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നല്ലത് വരട്ടെ എന്നും വെയിറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു നല്ലത് വരട്ടെ, നല്ല മൂവി റിവ്യൂ വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അത് ഒന്ന് കുറച്ച് മാറ്റി നിർത്തി. അത്രയ്ക്കും നല്ല അടിപൊളി ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ബോറടിപ്പിക്കുന്നില്ല. ഏപ്രിൽ 2025 പടത്തിൻ്റെ റിലീസ്. പറ്റുമെങ്കിൽ ഞാൻ പോയി കാണും. എനിക്ക് ഒരുപാട് ആ സ്റ്റോറി ലൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വല്ലാത്തൊരു നൊസ്റ്റ് അടിച്ചു. എനിക്ക് ഒരുപാട് ഞാൻ പ്രിൻസിന് കൊടുക്കുന്ന എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കൊടുക്കുന്ന ഒരു മാർക്കാണ് 100/100. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേപോലെ എൻ്റെ ഫാമിലിക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എല്ലാവരും പോയി അത് തിയേറ്ററിൽ പോയി തന്നെ കാണുക. അത് അടിപൊളി മൂവി ആയിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോകണം. എന്നാൽ അടിപൊളിയായിരിക്കും. ഫാമിലി പടമായിരിക്കും. എക്സലൻറ്റ് മൂവി ആയിരിക്കും. ആരെയും ബോറടിപ്പിക്കത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.